ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ വ്യോമസേന ബോംബറുകൾ. അമേരിക്കയുടെ വജ്രായുധമായ B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇറാന്റെ വ്യോമ പരിധിക്ക് സമീപം എത്തിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും സങ്കീർണമായ നിർണായകമായ നീക്കം അമേരിക്കയുടെ വ്യോമസേനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി ഇറാന് സമീപമുള്ള ഡീഗോ ഗാർസിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ മിലിറ്ററി ബേസായ ഡീഗോ ഗാർസിയയിൽ 6 B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ഈ ബോംബറുകളിൽ 1-2 എണ്ണമാണ് ഇറാന്റെ വ്യോമ പരിധിക്ക് സമീപം എത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ കടുത്ത എതിർപ്പുകളെയും മുന്നറിയിപ്പിനെയും പരിഗണിച്ചുകൊണ്ട് ഈ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ തിരികെ പോകുന്നതായിട്ടുള്ള വാർത്തകളും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവായുധങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിനുള്ള മുന്നോടിയായുള്ള നീക്കമാണ് അമേരിക്കയുടേതെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള പടുകൂറ്റൻ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ വ്യോമ പരിധിക്ക് സമീപം എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ഏപ്രിൽ മാസം 12 നടന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നീക്കം. ഏപ്രിൽ 19 ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് 2ാം ഘട്ട ആണവ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് പ്രകോപനപരമായ നീക്കവുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരുന്നു. യുദ്ധം നടത്താൻ ഇറാന് മടിയില്ലെന്നും ഇറാന്റെ പക്കൽ നിരവധി ആയുധങ്ങളുണ്ടെന്നും ആയുധത്തിന് ഒരു ക്ഷാമവുമില്ലെന്നുമായിരുന്നു ഖമേനിയുടെ പ്രസ്താവന. ഖമേനിക്ക് പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബ്രിഗേഡിയർ ജനറലും പ്രകോപനപരമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അമേരിക്കയെ ഇറാൻ ഭയക്കുന്നില്ലെന്നും അമേരിക്കയെ നിലച്ചു നിർത്താൻ തക്ക വൻ ആയുധശേഷി ഇറാന്റെ പക്കലുണ്ടെന്നുമായിരുന്നു ബ്രിഗേഡിയർ ജനറലിന്റെ പ്രതികരണം. ഇതിനൊക്കെ പിന്നാലെ അങ്ങനെയെങ്കിൽ യുദ്ധത്തിലൂടെ തന്നെ കാണാമെന്ന പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയിരിക്കുന്നു. ഏപ്രിൽ മാസം 19-ാം തീയതി അമേരിക്കയുമായുള്ള ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ പിന്നീട് ഇറാന് നരകതുല്യമായ ഭാവിയായിരിക്കും മുന്നിലുണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ ട്രംപ് നൽകിയത്. ഇതിനൊക്കെ തൊട്ടുപുറകെയാണ് ഇറാനിലേക്ക് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നത് എന്ന വാർത്തകൾ അതീവ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ ഇത് വൈറലായിട്ടുള്ള വാർത്തയാണ്. ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ വ്യോമസേനയും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി ഇറാന് സമീപമുള്ള ഡീഗോ ഗാർസിയ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ മിലിറ്ററി ബേസായ ഡീഗോ ഗാർസിയയിൽ 6 B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ഈ ബോംബറുകളിൽ 1-2 എണ്ണമാണ് ഇറാന്റെ വ്യോമ പരിധിക്ക് സമീപം എത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ കടുത്ത എതിർപ്പുകളെയും മുന്നറിയിപ്പിനെയും പരിഗണിച്ചുകൊണ്ട് ഈ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ തിരികെ പോകുന്നതായിട്ടുള്ള വാർത്തകളും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവായുധങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിനുള്ള മുന്നോടിയായുള്ള നീക്കമാണ് അമേരിക്കയുടേതെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയുടെ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള പടുകൂറ്റൻ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ വ്യോമ പരിധിക്ക് സമീപം എത്തിയിരിക്കുന്നു. അതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത നൽകുന്നത്. ഇറാന്റെ വ്യോമ പരിധിയിലേക്ക് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ കടന്ന ശേഷം ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ വീണ്ടും ഡീഗോ ഗാർഷിയയിലെ US മിലിറ്ററി സെന്ററിലേക്ക്, മിലിറ്ററി ബേസിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാന്റെ ചുറ്റും അമേരിക്കയ്ക്ക് 10 മിലിറ്ററി ബേസുകളാണുള്ളത്. ആ 10 മിലിറ്ററി ബേസുകളിലേക്കും വൻതോതിലുള്ള ആയുധ വിന്യാസവും സൈനിക വിന്യാസവും അമേരിക്ക നടത്തിയിരിക്കുന്നു. F-15 ഫൈറ്റർ ജെറ്റുകൾ, F-35 ഫൈറ്റർ ജെറ്റുകൾ, B-2 സ്റ്റെൽത്ത് ബോംബറുകൾ തുടങ്ങിയവ മിലിറ്ററി ബേസുകളിൽ ഇതിനകം തന്നെ സജ്ജമാക്കിയിരിക്കുന്നു. അതുപോലെ പടുകൂറ്റൻ വിമാനവാഹിനി പടക്കപ്പലുകൾ അതും ഇറാന്റെ തീരത്തേക്ക് നങ്കൂരമിട്ടിരിക്കുകയാണ്.
ഹാരി എസ് ട്രൂമാൻ എന്ന കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. മിസൈൽ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ ഈ പടക്കപ്പലിന് സംഭവിച്ചു എന്നാണ് ഹൂതികൾ അവകാശപ്പെട്ടത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്നും ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും സാങ്കേതിക തകരാറും ഹാരി എസ് ട്രൂമാനില്ലെന്നും അത് പൂർവാധികം ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കുകയാണെന്നും അമേരിക്കയുടെ നാവികസേന കഴിഞ്ഞ ദിവസം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ച വിജയമാണെന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞതിന് പിന്നാലെ വീണ്ടും പടയൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക ഒരു പടി കൂടി കടന്ന് ഇറാന്റെ വ്യോമപരിധിയിലേക്ക് തങ്ങളുടെ B-2 ബോംബറുകൾ എത്തിച്ചിരിക്കുന്നു. ഇതൊരു സൂചനയാണെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനിയും പ്രകോപനം തുടർന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ആണവ സൈറ്റുകളിലേക്ക് അതിശക്തമായ ആക്രമണമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിന് യാതൊരു മടിയും അമേരിക്ക കാണിക്കില്ല എന്ന് ട്രംപ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്.